ബിഗ് ബോസിലെ ലക്ഷ്മി വന്നപ്പോൾ ശോഭ മുൻ സീസണിലെ അഖിൽമാരാറുടെ കൂടെയൊക്കെ മത്സരിച്ച ശോഭയായിരുന്നു ലക്ഷ്മിയുടെ PR ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ PR ഏറ്റെടുത്തിരുന്ന ശോഭയ്ക്ക് നമ്മുടെ ലക്ഷ്മി ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരുന്നത്. അത് ലക്ഷ്മി ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ പുറത്ത് വന്നതിന് ശേഷം ശോഭ ഒരു കാര്യം പറയുകയാണ്, ബ്ലാങ്ക് ചെക്ക് കൊടുത്ത സമയത്ത് ചെക്ക് ബൗൺസായി, അതായത് ഈ ഒരു ലക്ഷ്മി അതിനകത്ത് പൈസ ഇട്ടിട്ടില്ല, ഒരു രൂപ പോലും ശോഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ലക്ഷ്മി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ആ ഒരു പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാളുടെ PR ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഒരാളുടെ PR മാത്രമായിരിക്കണം. പക്ഷേ ശോഭയെ സംബന്ധിച്ച് ശോഭ പലരുടെയും PR ഏറ്റെടുത്ത് നടത്തി. അപ്പം അങ്ങനെ ഒരാൾക്ക് ഞാൻ എൻ്റെ പൈസ കൊടുക്കാൻ ഞാൻ സൗകര്യപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതൊരു പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. അപ്പം ശോഭയ്ക്ക് ഇനി പൈസ PRൻ്റെ പേരിൽ ഇനി ശോഭയ്ക്ക് ഒരു രൂപ പോലും കിട്ടാനുള്ള സാധ്യതയില്ല. ശോഭ അതിൻ്റെ പേരിൽ എന്തൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ആദില നൂറയുടെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരൊരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല അനുമോൾ ജയിച്ചിട്ട്. അപ്പം ഒബ്വിയസ്ലി പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇനി അവർ തമ്മിൽ മിണ്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും ലക്ഷ്മി പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. PRൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവിടെ കയറി നിന്ന ആൾക്കാർ ചുമ്മാ PR കൊടുത്തിട്ട് മാത്രം അങ്ങനെ ജയിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പലരും ജയിക്കേണ്ടതല്ലേ. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അങ്ങനെ PR കിട്ടി മാത്രം ജയിക്കാനാണെങ്കിൽ അവിടെ പോയ മിക്ക ആൾക്കാരും ജയിക്കേണ്ടതാണ്. അപ്പോൾ PR ഉള്ളത് കൊണ്ട് മാത്രം ആരും ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യണം. അവിടെ പോയിട്ട് ഒന്നും ചെയ്യാതെ രണ്ടിൻ്റെ അന്നും അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോ മൂന്നാമത്തെ ആഴ്ചയോ ഇറങ്ങിപ്പോയത് അത് അവരുടെ പ്രശ്നമാണ്. അത് അവർ ഒരു കാര്യവും ചെയ്യാതെ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് അനുമോളുടെ PR കൊണ്ടാണ് മാത്രമാണ് ജയിച്ചത് അനുമോൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും പറയരുത് എന്നൊക്കെ ലക്ഷ്മി അനുമോളെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും അതല്ലേ സംഭവം. നമുക്കിപ്പം PR ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ പോയി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി വെറുതെ ഇരിക്കാനാണെങ്കിൽ നമ്മൾ ജയിക്കുമോ? ഒരിക്കലും ജയിക്കത്തില്ല. അനുമോൾ സ്റ്റാർട്ടിങ് തൊട്ടേ Day 1 തൊട്ടേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇവരാരും ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ 2 ആഴ്ച അവിടെ 3 ആഴ്ചയൊക്കെ വെറുതെ ഇരുന്നിട്ട് തിരിച്ചു പോയത് പാറ കുറ്റമാണ്. അപ്പോൾ ആൾക്കാർ അത് നോക്കിയാണ് വിലയിരുത്തുന്നത്. ഒരിക്കലും അനുമോൾ PR കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല.